2005 ജൂൺ മാസം ഡൽഹിയുടെ തിരക്കുകളിൽ നിന്നും കുറച്ചുമാറി ഒരു രഹസ്യ കേന്ദ്രം. അവിടെ 2 അധോലോക ഗുണ്ടകൾക്കൊപ്പം ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ചാണക്യൻ അജിത് ഡോവൽ ഒരു വലിയ ഓപ്പറേഷന് കരുക്കൾ നീക്കുകയായിരുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന ആ ശത്രുവിനെ വീഴ്ത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പക്ഷേ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പെട്ടെന്നായിരുന്നു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുംബൈ പോലീസ് ആ വാതിൽ തകർത്ത് അകത്തേക്ക് ഇരച്ചു കയറിയത്. അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങൾ സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതായിരുന്നു. കഥ തുടങ്ങുന്നത് 1993-ലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ശിരയായ മുംബൈയെ നിശ്ചലമാക്കിയ ആ കറുപ്പ ദിനം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുഴങ്ങിയ സ്ഫോടനങ്ങൾ കവർന്നെടുത്തത് 257 നിഷ്കളങ്ക ജീവനുകൾ. 700-ലധികം പേർ ചോരയിൽ കുളിച്ചു കിടന്നു. ആ കൊടും ക്രൂരതയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഒരൊറ്റ പേരായിരുന്നു: ദാവൂദ് ഇബ്രാഹിം. സ്ഫോടനത്തിന് പിന്നാലെ ഇന്ത്യയുടെ പിടിയിൽ നിന്നും വഴുതിമാറിയ ദാവൂദ് ചെന്നെത്തിയത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനെ തന്റെ താവളമായി തിരഞ്ഞെടുക്കാൻ കാരണം അത് കേവലം സുരക്ഷാ കാരണങ്ങളാൽ മാത്രമല്ല. തന്റെ അധോലോക സാമ്രാജ്യത്തിന് ഭരണകൂടത്തിന്റെ മറവിൽ ഒരു അധികാര കേന്ദ്രം സൃഷ്ടിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. 1993-ലെ സ്ഫോടനത്തിനു ശേഷം ഇന്ത്യയിൽ നിന്നും വഴുതിമാറിയ ദാവൂദിനെ പാകിസ്ഥാൻ സ്വീകരിച്ചത് ഒരു അതിഥിയായല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു മാരകായുധമായിട്ടായിരുന്നു. ലഹരിമരുന്ന് കടത്ത്, ആഗോളതലത്തിലുള്ള ഹവാല ഇടപാടുകൾ എന്നിവയിലൂടെ ദാവൂദ് സമ്പാദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ വിഹിതം പാക് സൈന്യത്തിനും ISIക്കും ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക തകർച്ചകൾക്കിടയിൽ ദാവൂദിന്റെ ഈ ബ്ലാക്ക് മണി അവർക്ക് വലിയൊരാശ്വാസമാണ്. അതുകൊണ്ടുതന്നെ അയാളെ സംരക്ഷിക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക അനിവാര്യതയാണ്. പ്രത്യേകിച്ച് പർവേസ് മുഷറഫിന്റെ ഭരണകാലത്ത് ദാവൂദ് പാകിസ്ഥാനിൽ ഒരു രാജാവിനെ പോലെയാണ് വാണത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയപ്പോഴും ലോകത്തിനു മുന്നിൽ നിന്ന് ദാവൂദ് പാകിസ്ഥാനിലില്ല എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ മുഷറഫിനെ പ്രേരിപ്പിച്ചത് ദാവൂദിന്റെ സാമ്പത്തിക കരുത്തും ഭരണകൂടവുമായുള്ള ഈ അവിശുദ്ധ ബന്ധവുമായിരുന്നു. കറാച്ചിയിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഒരു മന്ത്രിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ കാവലിലാണ് ദാവൂദ് കഴിയുന്നത്. ISIയുടെ ഉരുക്കുമറയ്ക്കുള്ളിൽ കറാച്ചിയിലെ ഒരു കൊട്ടാര സമാനമായ വീട്ടിൽ അയാൾ രാജാവിനെ പോലെ വാണു. തെളിവുകൾ നിരത്തി ഇന്ത്യ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ദാവൂദ് ഇവിടെയില്ല എന്ന പതിവ് നുണ പറഞ്ഞ് അവർ ഇന്ത്യയെ പരിഹസിച്ചു. നയതന്ത്ര ചർച്ചകൾക്കും കത്തുകൾക്കും മുന്നിൽ ദാവൂദ് ഒരിക്കലും മുട്ടുമടക്കില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു. വെറും വാക്കുകൾ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന ഇരയല്ലവൻ. അജിത് ഡോവൽ എന്ന ബുദ്ധിരാക്ഷസൻ ഒരു കാര്യം ഉറപ്പിച്ചു: നിയമപുസ്തകങ്ങൾ മാറ്റിവെച്ച് ശത്രുവിന്റെ രീതിയിൽ തന്നെ അവനെ വേട്ടയാടണം. ശത്രുവിനെ കീഴടക്കാൻ അയാൾ സ്വീകരിക്കുന്ന വഴികൾ ലോകത്തിന് എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു. 1988-ലെ ആ കറുത്ത നാളുകളിൽ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിനിടയിൽ സുവർണക്ഷേത്രത്തിന് ചുറ്റും ആരും തിരിച്ചറിയാത്ത ഒരു റിക്ഷാക്കാരനായി നടന്ന് ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ ചൂർത്തിയെടുത്ത ചാരൻ, മിസോറാമിലെ കൊടും കാടിനുള്ളിൽ പോയി വിഘടനവാദി നേതാവ് ലാൽഡെങ്ങിന്റെ കരുത്തരായ കമാൻഡർമാരെ തന്റെ വാക്ചാതുര്യം കൊണ്ട് മാത്രം ഇന്ത്യയുടെ പക്ഷത്തെത്തിച്ച നയതന്ത്രജ്ഞൻ. അതെ, അജിത് ഡോവൽ എപ്പോഴും ചിന്തിച്ചിരുന്നത് സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തലത്തിലായിരുന്നു. വർഷങ്ങളായി ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ശത്രു ദാവൂദ് ഇബ്രാഹിമിനെ വലയിലാക്കാൻ ഡോവൽ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. തന്റെ രഹസ്യാന്വേഷണത്തിനിടയിൽ ദീർഘകാലം പാകിസ്ഥാനിൽ വേഷം മാറി കഴിഞ്ഞിരുന്നതിനാൽ ദാവൂദിന്റെ നീക്കങ്ങളെല്ലാം ഡോവലിന് അറിയാമായിരുന്നു. പലതവണ അയാളെ പൂട്ടാൻ പദ്ധതികൾ ഇട്ടതാണെങ്കിലും ഡൽഹിയിലെ ആഭ്യന്തര മന്ത്രാലയം ഓരോ തവണയും അതിനു വിലക്കിട്ടു. മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ കയറി ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സർക്കാർ ഭയപ്പെട്ടിരുന്നു. 2005-ൽ ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും അജിത് ഡോവൽ അടങ്ങിയിരുന്നില്ല. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ISIയുടെ ഉരുക്കുമറയ്ക്കുള്ളിലാണെന്നും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുക അസാധ്യമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും എവിടെയെങ്കിലും ഒരു പിഴവ് വരുത്തുമെന്ന് ഡോവൽ ഉറച്ചു വിശ്വസിച്ചു. ദാവൂദിന്റെ കാര്യത്തിൽ അത് അയാളുടെ കുടുംബത്തോടുള്ള സ്നേഹമായിരുന്നു. അയാളുടെ ആ ഒരൊറ്റ ബലഹീനതയിൽ തൊടാൻ ഡോവൽ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ പാകിസ്ഥാനിലെ ഇതിഹാസ ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദ്
തന്റെ മകൻ ജുനൈദിന്റെ വിവാഹവാർത്ത പ്രഖ്യാപിക്കുമ്പോൾ ലോകം അതൊരു സാധാരണ താരവിവാഹമായിട്ടാണ് കരുതിയത്. എന്നാൽ വധുവാകുന്നത് മഹ്റൂഖ് എന്ന പെൺകുട്ടിയാണെന്ന് വെളിപ്പെടുത്തിയതോടെ ആ വാർത്ത ലോകമാധ്യമങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. വെറുമൊരു വിവാഹാലോചന എന്നതിലുപരി ഇന്ത്യ തിരയുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ മകളാണ് മഹ്റൂഖ് എന്ന യാഥാർത്ഥ്യം കായിക രാഷ്ട്രീയ മേഖലകളെ ഒരേപോലെ ഞെട്ടിച്ചു. ദാവൂദ് ഇബ്രാഹിമിന്റെ മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള റോയുടെ കണ്ടെത്തലുകൾ അതീവ ഗൗരവകരമായിരുന്നു. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ദാവൂദും ISIയും ചേർന്ന് അതീവ തന്ത്രപരമായി 3 രാജ്യങ്ങളിലായാണ് വിവാഹ ചടങ്ങുകൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിലെ ആദ്യഘട്ടമായ നിഗാഹ് നിശ്ചയിച്ചിരുന്നത് സൗദി അറേബ്യയിലെ മക്കയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായൊരു സുരക്ഷാ ലക്ഷ്യമുണ്ടായിരുന്നു. മക്കയുടെ ആത്മീയ പ്രാധാന്യവും അവിടെയുള്ള കർശനമായ നിയമങ്ങളും കാരണം ഒരു വിദേശ ചാരസംഘടനയ്ക്കും അവിടെ യാതൊരുവിധ സൈനിക നീക്കങ്ങളോ രഹസ്യ ഓപ്പറേഷനുകളോ നടത്താൻ സാധിക്കില്ല എന്ന് ദാവൂദ് കണക്കുകൂട്ടി. രണ്ടാമത്തെ കേന്ദ്രം പാകിസ്ഥാനിലെ കറാച്ചിയായിരുന്നു. ദാവൂദിന്റെ സ്വന്തം താവളമായ കറാച്ചിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും ISIയുടെയും നേരിട്ടുള്ള സംരക്ഷണയിലായിരുന്നു അദ്ദേഹം. ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ കടന്നുചെന്നൊരു ഓപ്പറേഷൻ നടത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ കാര്യമായിരുന്നു. എന്നാൽ മൂന്നാമത്തെ കേന്ദ്രമായ ദുബായ് റോയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ദുബായിലെ അതിസമ്പന്നമായ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നടത്തുന്ന പരിമിത അതിഥികൾക്കായുള്ള വിവാഹ സൽക്കാരം ദാവൂദിനെ കൊടുക്കാൻ ലഭിക്കുന്ന ഏക പഴുതാണെന്ന് റോ തിരിച്ചറിഞ്ഞു. പാകിസ്ഥാനിലോ സൗദിയിലോ അസാധ്യമായ പല നീക്കങ്ങളും ദുബായ് പോലൊരു അന്താരാഷ്ട്ര നഗരത്തിൽ സാധിക്കുമെന്ന് റോയുടെ തലവന്മാർ വിലയിരുത്തി. ദാവൂദി വിരുന്നിൽ പങ്കെടുക്കുമെന്ന രഹസ്യവിവരം ലഭിച്ചതോടെ ഇന്ത്യയുടെ ഹിറ്റ് സ്ക്വാഡിന് ലഭിക്കുന്ന ഏക വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ദുബായ് മാത്രമാണെന്ന് റോ തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ അടിവരയിട്ടു. ഈ കണ്ടെത്തലുകളെ തുടർന്നാണ് ദാവൂദിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ് ദുബായ് കേന്ദ്രീകരിച്ച് ഇന്ത്യ തയ്യാറാക്കിയത്. 2005 ജൂലൈ 23 ദുബായിലെ ആഡംബര ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചായിരുന്നു ആ വിവാഹ സൽക്കാരം. സുരക്ഷിതമായ പാക് മണ്ണ് വിട്ട് ദാവൂദ് പുറത്തിറങ്ങുന്ന ആ നിമിഷം ഡോവൽ ലക്ഷ്യം വെച്ചു. IB ചീഫ് നരസിംഹൻ ഡോവലിനെ വിളിച്ചു. ഇതൊരു രഹസ്യ ഓപ്പറേഷനാണ്. സർക്കാരിന്റെ ഒരു ഫയലിലും ഇതിന്റെ അടയാളമുണ്ടാകില്ല. പരാജയപ്പെട്ടാൽ രാജ്യം നിങ്ങളെ കൈവിടും. നിങ്ങൾ തയ്യാറാണോ? മറുപടിയായി ഡോവലിന്റെ മുഖത്ത് വിരിഞ്ഞത് ഒരു നിഗൂഢമായ പുഞ്ചിരിയായിരുന്നു. താൻ വേട്ടയാടാൻ പോകുന്നത് ഒരു അധോലോക ചക്രവർത്തിയെയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ വിദേശമണ്ണിൽ, അതും ദുബായ് പോലീസിന്റെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും കണ്ണിമിച്ചിമാത്ത കാവലിൽ നിൽക്കുന്ന ദാവൂദിനെ എങ്ങനെ നേരിടും? ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ രഹസ്യ നീക്കം അവിടെ തുടങ്ങുകയായിരുന്നു. ഇന്ത്യൻ കമാൻഡോകളോ ചാരന്മാരോ ദുബായിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചെറുതാവില്ല. അവിടെയാണ് അജിത് ഡോവൽ തന്റെ ചാണക്യബുദ്ധി പ്രയോഗിച്ചത്. ദാവൂദിനെ വധിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ ഉപയോഗിച്ചാൽ അത് ഇന്ത്യക്ക് തലവേദനയാകും. എന്നാൽ ദാവൂദിനെ ഇല്ലാതാക്കാൻ അയാളുടെ തന്നെ ശത്രുക്കളെ ഉപയോഗിച്ചാലോ? ഡോവൽ അത്തരമൊരു വിനാശകരമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അധോലോകത്തെ ആ പഴയ ശത്രുതയുടെ കണക്ക് പുസ്തകങ്ങൾ ഡോവൽ തുറന്നു. ദാവൂദിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ഒരാൾ അന്ന് ഒളിവിൽ കഴിയുന്നുണ്ടായിരുന്നു. ഛോട്ടാ രാജൻ. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന തത്വം ഡോവലിന് നന്നായി അറിയാമായിരുന്നു. ഒരു കാലത്ത് മുംബൈ അധോലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായിരുന്നു ദാവൂദും ഛോട്ടാ രാജനും. ദാവൂദിന്റെ വലം കൈയായിരുന്നു ഛോട്ടാ രാജൻ. എന്നാൽ അധികാരം പങ്കുവെക്കുന്നതിനിടയിൽ വിള്ളലുകൾ വീണു. ദാവൂദ് അറിയാതെ ഛോട്ടാ രാജൻ സ്വന്തം ഗ്യാങ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ചതിയായി ദാവൂദ് കണക്കാക്കി. ഛോട്ടാ രാജനെ മാറ്റി നിർത്തി പകരം ഛോട്ടാ ഷക്കീലിനെ ദാവൂദ് വിശ്വസ്തനാക്കി. അതോടെ ആ സൗഹൃദം കൊടും ശത്രുതയായി മാറി. വർഷം 2000 ബാങ്കോക്ക്. ഛോട്ടാ രാജനെ തീർക്കാൻ ദാവൂദ് ഒരു കെണിയൊരുക്കി. പിസ്സ ഡെലിവറി ബോയ്സായി വന്ന കൊലയാളികൾ ആശുപത്രിയിൽ കിടക്കുകയായിരുന്ന ഛോട്ടാ രാജനെ വെടിവെച്ചു. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് ചാടി ഛോട്ടാ രാജൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ ഛോട്ടാ രാജന്റെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും ദാവൂദ് ഇബ്രാഹിമിനെ തീർക്കുക. പലതവണ അയാൾ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. ഇതെല്ലാം കൃത്യമായി അറിയാമായിരുന്ന ഡോവൽ നേപ്പാളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഛോട്ടാ രാജനെ ബന്ധപ്പെട്ടു. ഡോവൽ ആ വലിയ പദ്ധതി ഛോട്ടാ രാജന് മുന്നിൽ വിവരിച്ചു. ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് വിളിച്ചപ്പോൾ ഛോട്ടാ രാജൻ ആദ്യം സംശയം തോന്നി.
പക്ഷേ ഡോവലിന്റെ വാക്കുകളിലെ ഉറപ്പും കൃത്യതയും അയാളെ വിശ്വസിപ്പിച്ചു. തന്റെ ആജീവനാന്ത ശത്രുവിനെ ഇല്ലാതാക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ലെന്ന് ബോധ്യപ്പെട്ട ഛോട്ടാ രാജൻ ആ പദ്ധതിക്ക് സമ്മതം മൂളി. അങ്ങനെ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ബുദ്ധിയും അധോലോകത്തിന്റെ കരുത്തും കൈകോർത്തു. ഔദ്യോഗിക സൈന്യത്തിന് പകരം ശത്രുവിന്റെ ശത്രുക്കളെ തന്നെ ആയുധമാക്കുക. ദാവൂദിന്റെ ചോരയ്ക്കായി ദാഹിക്കുന്ന ഛോട്ടാ രാജന്റെ ഏറ്റവും മിടുക്കരായ 2 ഷാർപ്പ് ഷൂട്ടർമാരെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു: വിക്കി മൽഹോത്രയും ഫരീദ് തനാഷയും. അതീവ രഹസ്യമായ ഒരു കോവർട്ട് ഓപ്പറേഷൻ അവിടെ ജനിക്കുകയായിരുന്നു. ഇനി അഥവാ അവർ അവിടെ വെച്ച് പിടിക്കപ്പെട്ടാൽ പോലും അത് 2 അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിന് കൈകഴുകാമായിരുന്നു. നേപ്പാളിൽ നിന്ന് കൊൽക്കത്ത വഴിയും അവിടെ നിന്ന് ഡൽഹിയിലേക്കും ആ കൊലയാളികൾ ഡോവലിനെ കാണാനെത്തി. നിഗൂഢമായ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഡോവൽ അവർക്ക് കൃത്യമായ പ്ലാൻ നൽകി. ജൂലൈ 23 ദാവൂദിന്റെ അന്ത്യം കുറിക്കാൻ തീരുമാനിച്ച തീയതി. 3 ആഴ്ചയോളം നീണ്ട കഠിനമായ പരിശീലനം. ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന് മുന്നിലെ കെട്ടിടത്തിൽ നിന്ന് ദാവൂദിനെ എങ്ങനെ കൃത്യമായി വെടിവെച്ചിടാം എന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഹോട്ടലിന്റെ ഭൂപടം, രക്ഷപ്പെടൽ വഴികൾ, സ്നൈപ്പർ പരിശീലനം, അത്യാധുനിക ആയുധങ്ങൾ, വ്യാജ പാസ്പോർട്ടുകൾ, എല്ലാം ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ഒരുക്കങ്ങൾ. വിജയം കൈപ്പിടിയിൽ ഒതുങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. ജൂലൈ 18, 2005 വിക്കി മൽഹോത്രയും ഫരീദ് തനാഷയും ഡൽഹിയിലെ ഹോട്ടലിൽ തങ്ങുകയാണ്. അവിടെ നിന്നായിരുന്നു അവർക്ക് ദുബായിലേക്കുള്ള വിമാനം കയറേണ്ടിയിരുന്നത്. ദൗത്യത്തിന് തൊട്ടുമുൻപുള്ള അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകാനായി അജിത് ഡോവൽ തന്നെ ആ ഹോട്ടലിൽ നേരിട്ടെത്തി. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് കുറ്റവാളിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഒരുങ്ങുന്ന നിർണായക നിമിഷം. പക്ഷേ വിധി മറ്റൊരു രൂപത്തിൽ ആ വാതിലിൽ മുട്ടി. DCP ധനഞ്ജയ് കമലാഘരുടെ നേതൃത്വത്തിലുള്ള മുംബൈ പോലീസ് ക്രൈം ബ്രാഞ്ച് കൃത്യം ആ സമയത്ത് ഡൽഹിയിലെത്തിയിരുന്നു. ഒരു ബിൽഡറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മാസങ്ങളായി അവർ വിക്കി മൽഹോത്രയ്ക്ക് പിന്നാലെയുണ്ടായിരുന്നു. വിക്കിയുടെ ഒരു ഫോൺ കോൾ ചോർത്തി പോലീസിന് ലഭിച്ച വിവരം ആരോ ഒരു വലിയ നേതാവിനെയോ ബിൽഡറെയോ വധിക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നു എന്നായിരുന്നു. ആ ട്രാക്കിംഗ് അവരെ എത്തിച്ചത് ഡൽഹിയിലെ അതേ ഹോട്ടലിലേക്ക്. മുറിക്കുള്ളിൽ വിക്കിക്കും ഫരീദിനും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡോവൽ. പെട്ടെന്നാണ് ആയുധധാരികളായ പോലീസ് സംഘം ഹോട്ടലിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. റിസപ്ഷനിൽ പോലും നിൽക്കാതെ അവർ നേരെ ഷൂട്ടർമാരിരുന്ന മുറി ലക്ഷ്യമാക്കി നീങ്ങി. വാതിൽ തകർക്കപ്പെട്ടു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനും മുംബൈ പോലീസിന്റെ കടമയും തമ്മിലുള്ള ആ കൂട്ടിമുട്ടലിൽ അവിടെ തകർന്നത് ദാവൂദിനെ പിടിക്കാനുള്ള ഇന്ത്യയുടെ 10 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. പോലീസ് വാതിൽ തകർത്ത് അകത്തിരച്ചു കയറി. അവിടെ കണ്ട കാഴ്ച അവരെ പോലും അമ്പരപ്പിച്ചു കാണണം. ഒരു വശത്ത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു രഹസ്യ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മുൻ രഹസ്യാന്വേഷണ തലവൻ. മറുവശത്ത് ഒരു കുറ്റവാളിയെ പിടിക്കാൻ ജീവൻ പണയം വെച്ചു വന്ന പോലീസ് സംഘം. എന്തോ വലിയ അബദ്ധം സംഭവിച്ചുവെന്ന് അജിത് ഡോവലിന് ആ നിമിഷം തന്നെ മനസ്സിലായി. പക്ഷേ അന്ന് അദ്ദേഹം ഇന്നത്തെ പോലെ പ്രശസ്തനല്ലാത്തതുകൊണ്ട് തന്നെ മുംബൈ പോലീസിന് ആ മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം. മുറിക്കുള്ളിൽ പോലീസും ഡോവലും തമ്മിൽ കടുത്ത വാക്കുതർക്കം നടന്നു. താൻ ആരാണെന്നും ഈ മുറിക്കുള്ളിൽ നടക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യമായ ഒരു ദൗത്യമാണെന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. ഇവരെ ഈ ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് രാജ്യത്തിന് നികത്താനാവാത്ത നഷ്ടമുണ്ടാക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ മുംബൈ പോലീസ് വഴങ്ങിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൊലപാതകവും ഗുണ്ടാപിരിവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ വിക്കി മൽഹോത്ര വെറും ഒരു പിടികിട്ടാപ്പുള്ളി മാത്രമായിരുന്നു. നിയമപരമായി ഞങ്ങളുടെ പക്കൽ വാറണ്ടുണ്ട്, ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് എന്നവർ കർക്കശമായി പറഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഡോവൽ നേരിട്ട് മുംബൈ ക്രൈംബ്രാഞ്ച് ജോയിന്റ് കമ്മീഷണർ മീര ബോർവാങ്കറെ ഫോണിൽ വിളിച്ചു. താൻ ആരാണെന്നും ഇപ്പോൾ നടക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ദൗത്യമാണെന്നും അവരോട് വിശദീകരിച്ച ഡോവൽ ആ ഷൂട്ടർമാരെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. അമ്പരന്നുപോയ മീര ബോർവാങ്കർ ഉടൻ തന്നെ മുംബൈയിലെ IB ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചു വിവരം തിരക്കി. പക്ഷേ വിധി അവിടെയും ചതിച്ചു. അതീവ രഹസ്യമായ ഈ ദൗത്യത്തെക്കുറിച്ച് വകുപ്പിലെ പലർക്കും അറിവുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയൊരു ഓപ്പറേഷൻ ഇല്ല എന്നായതോടെ മീര ബോർവാങ്കർ ഉറച്ച തീരുമാനമെടുത്തു. അവർ ഡോവലിനെ വിളിച്ചു പ്രതികളെ വിട്ടയക്കാൻ കഴിയില്ലെന്ന് കടുപ്പിച്ചു പറഞ്ഞു. ആ ഫോൺ കോളിൽ ഇന്ത്യയുടെ 2 കരുത്തരായ ഉദ്യോഗസ്ഥർ തമ്മിൽ വലിയ വാക്ക് തർക്കങ്ങൾ തന്നെ നടന്നു. ഒടുവിൽ മുംബൈ പോലീസ് ഡോവലിന്റെ വാക്കിന് വഴങ്ങിയില്ല.
വിക്കി മൽഹോത്രയെയും ഫരീദ് തനാഷയെയും അവർ കൈയോടെ അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം ഡോവൽ തയ്യാറാക്കിയ ഹോട്ടൽ മാപ്പുകളും രഹസ്യരേഖകളും പരിശീലനം സിദ്ധിച്ച ആ ഷൂട്ടർമാരുടെ അത്യാധുനിക തോക്കുകളുമെല്ലാം പോലീസ് തൊണ്ടിമുതലായി പിടിച്ചെടുത്തു. ആ ഷൂട്ടർമാരെ കൈവലങ്ങണിയിച്ച് പോലീസ് ജീപ്പിൽ ദില്ലി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ മുംബൈയിലേക്ക്. അവർ ആ ഹോട്ടലിന്റെ പടിയിറങ്ങിയ ആ നിമിഷം ദാവൂദ് ഇബ്രാഹിമിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഇന്ത്യ വർഷങ്ങളായി കാത്തിരുന്ന ആ വലിയ മാസ്റ്റർ പ്ലാൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഒരുപക്ഷെ അന്ന് മുംബൈ പോലീസ് ആ ദൗത്യം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ചരിത്രം തന്നെ ഇന്ന് മറ്റൊന്നായേനെ. ജൂലൈ 23-ന് ദുബായിലെ ആഡംബര ഹോട്ടലിൽ വെച്ച് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോകത്തിന്റെ അന്ത്യം കുറിക്കപ്പെടുമായിരുന്നു. ഇന്ത്യയുടെ നെഞ്ചിൽ 1993-ൽ ഏൽപ്പിച്ച മുറിവിന് നീതി ലഭിക്കുമായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു കരുതി വച്ചിരുന്നത്. ആ ഷൂട്ടർമാർ അറസ്റ്റിലായതോടെ രഹസ്യ സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ ദുബായിലെ ആ വിവാഹ സൽക്കാരത്തിന് ദാവൂദ് ഇബ്രാഹിം എത്തിയില്ല. തന്റെ സുരക്ഷിതമായ ഒളിവ് താവളത്തിലേക്ക് അയാൾ വീണ്ടും ഉൾവളിഞ്ഞു. ISIയുടെ കാവലിൽ കറാച്ചിയിലെ ആ കൊട്ടാരത്തിൽ അയാൾ ഇന്നും അദൃശ്യനായി തുടരുന്നു. ഈ സംഭവത്തിന് ശേഷം പല ചർച്ചകളും ഉയർന്നു വന്നു. മുംബൈ പോലീസിലെ ചിലർ ദാവൂദിന്റെ ശമ്പളം പറ്റുന്നവരാണെന്നും അതുകൊണ്ടാണ് അവർ കൃത്യസമയത്ത് അവിടെ എത്തി ഓപ്പറേഷൻ പൊളിച്ചതെന്നും ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ തങ്ങൾ കേവലം ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയത് എന്നായിരുന്നു പോലീസിന്റെ വാദം. രണ്ട് സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവസരമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അജിത് ഡോവൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങൾ നിശ്ചയിക്കുന്ന കരുത്തൻ. പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉൾപ്പെടെയുള്ള ധൈര്യമായ നീക്കങ്ങൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം. പക്ഷേ തന്റെ കരിയറിലെ ആ പരാജയപ്പെട്ട ഓപ്പറേഷനെക്കുറിച്ച് അദ്ദേഹം ഇന്നും മൗനം പാലിക്കുന്നു. ദാവൂദ് ഇബ്രാഹിം ഇന്നും പിടികിട്ടാപ്പുള്ളിയായി തുടരുന്നു. പക്ഷേ ചരിത്രത്തിന്റെ ഏടുകളിൽ ആ ജൂലൈ മാസം എന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. നിയമത്തിന്റെ നൂലാമാലികളും ഉദ്യോഗസ്ഥ തലത്തിലെ പിടിവാശികളും ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ത്യയുടെ അഭിമാനം വീണ്ടെടുക്കുന്ന വെടിയുണ്ടകളാകുമായിരുന്നു. ചാണക്യന്മാർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. വേട്ടക്കാർ വിരൽ കാഞ്ചിയിൽ അമർത്താൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിന് തൊട്ടുമുന്നിൽ വെച്ച് വിധി ആ തോക്കുകൾ തട്ടിമാറ്റി.